സിനോ തോമസ് അല്പസമയം മുൻപാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞത് PV അൻവറിന്റെ പരിപാടിയിൽ നിലമ്പൂരിൽ പങ്കെടുത്തതിൽ ബഹുഭൂരിപക്ഷവും SDPI ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാണ്. ഇപ്പോൾ ഈ കോഴിക്കോട്ട് വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോട്ടെ ഈ പരിപാടിയിൽ മുതലക്കുളത്തെ പരിപാടിയിലേക്ക് CPIMന്റെ ഒരു അണി പോലും എത്താതിരിക്കാനുള്ള ജാഗ്രത അവിടെ ജില്ലാ നേതൃത്വം എടുത്തിട്ടുണ്ടാകില്ലേ സിനോജ്? അവിടെ എത്തിയവരിൽ ഒരു CPIM കാരനെങ്കിലും ഉണ്ടോ? സുജയ പാർവതി തീർച്ചയായും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. അതിനെയാണ് കമ്മിറ്റി പറയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് മാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചേട്ടാ, പ്രസംഗം കേൾക്കാൻ എത്തിയതാണോ PV അൻവറിൻ്റെ? മാമിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അറിയാൻ വേണ്ടിയിട്ടാണ്. മാമിന് അറിയായിരുന്നോ? ഇല്ല, അറിയില്ല. ഞാൻ പേപ്പറിലും മറ്റേന്നുള്ള വായനയും TV പരിശോധനകളൊക്കെ അങ്ങനെയൊക്കെയുള്ള. ചേട്ടനോ? ഞാനും അങ്ങനെ തന്നെ. പിന്നെ മൂപ്പരെ പ്രസംഗം കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്ന. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? അല്ല, ഒരു രാഷ്ട്രീയമില്ല. അപ്പോൾ മൂപ്പര് നമ്മൾ ആരാധിക്കുന്നുണ്ട്. കാരണം മൂപ്പര് വളരെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ നേതാവിനല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു നേതാവ് രംഗത്ത് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളാളാണല്ലോ മൂപ്പര്, ജനങ്ങളെ നേതാവാണല്ലോ. ഈ PV അൻവർ ഈ മാമി കേസിൽ ഇടപെട്ടതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള കേസ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുന്നോട്ട് പോകും. അയാൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു മാസം തന്നാൽ 15 ദിവസം കൊണ്ട് തെളിയിക്കാന്നാണ് ഇന്നലെ പറഞ്ഞത്. അതെ, അത് തെളിയിക്കും. അത് പറഞ്ഞത് ചെയ്യുന്ന ആളാണ് മൂപ്പര്. ആ കോൺഫിഡൻസ് ഉണ്ട്. അതെ. PV അൻവറിന്റെ വാക്കുകൾ വിശ്വസിച്ച് വന്ന ആളുകളാണ്. ചേട്ടാ, എവിടുന്ന്? ഇവിടെ തന്നെയുള്ള ആളാണ്. പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ്. മാമിയെ പരിചയമുണ്ടോ? ഇല്ല. അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളാണ്. അതെ. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ വിശ്വാസം? ഇല്ല. PV അൻവറിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടോ? ചേട്ടനോ? അൻവറിനെ കാണാൻ വന്നതാണ്. ഞാൻ മാമിൻ്റെ അളിയനാണ്. അപ്പോൾ ആ കേസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞു. 13 മാസമായിട്ടും ഇതുവരെ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയണം. അതിന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം. ഇതിൻ്റെ കൂടെ നമുക്ക് നിന്നാൽ അതിൽ നീതി കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. 13 മാസമായിട്ടും കിട്ടാത്ത വിവരം നമുക്കിന്ന് കിട്ടുകയാണെങ്കിൽ അത് കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണല്ലോ. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. 20 ദിവസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട് അതിലൊരു പുരോഗതി ഉണ്ടോ? എന്താ കുടുംബത്തിൻ്റെ ഒരു കഴിഞ്ഞ രാവിലത്തെ അൻവറിൻ്റെ മീറ്റിങ്ങിൽ കേട്ട വിവരം അനുസരിച്ചിട്ട് ഇതിന് മേൽപ്പത്തിരിക്കുന്ന ആളുകൾ തടസ്സമുള്ളിടത്തോളം കാലം ഇത് മുന്നോട്ട് പോകാൻ തോന്നില്ല. അപ്പോൾ ADGPൻ്റെ ഒരു വിവരണം നമുക്ക് സത്യസന്ധം എന്താണെന്ന് അറിയണം. അദ്ദേഹം മുന്നിലിരിക്കുന്നിടത്തോളം കാലം വിവരം ക്ലിയർ ആയിട്ട് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അൻവറിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷ നമുക്കുള്ളത്. 13 മാസമായിട്ട് ഇല്ലാത്ത ഒരു ചാൻസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാണ്. അപ്പോൾ അതിൽ നമുക്ക് 100% പ്രതീക്ഷയുണ്ട്. സുജയ, തീർച്ചയായും അൻവർ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അൻവറിൽ പ്രതീക്ഷ അർപ്പിച്ച് വന്ന മാമിയുടെ ബന്ധുവാണ്. മാമിയുടെ സഹോദരനും സഹോദരിയും മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, മാമി അറിയുന്ന ആളാണോ? അല്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. സാറിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നത്. അവിടെ നിന്ന് വന്നാണ്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ്. സാറിനുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ്. ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വാസമുള്ള ആളാണ്? ഇപ്പോൾ പാർട്ടി ഒന്നുമില്ല. ഇത് പിന്നെ സത്യം ഏതാ നിൽക്കുക വെച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കുക വെച്ചിട്ട് സാറിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വന്നതാണ് പ്രസംഗം കേൾക്കാൻ. ഇന്നത്തെ പ്രസംഗത്തിലെ മാമി തിരോധാന കേസ് മാത്രമായിരിക്കുമോ മറ്റേതെങ്കിലും വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കരുതുന്നുണ്ടോ? മറ്റേതെങ്കിലും വിഷയം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് അതുകൂടി കേൾക്കാൻ വെച്ചിട്ട് വന്നു. ചേട്ടൻ എവിടെ നിന്ന് വരുന്നത്? ഞാനും ഒരുമിച്ച് വന്ന അൻവറിന്റെ പ്രസംഗം കേട്ട് വന്നാണ്. അവരുടെ പ്രസംഗം ഇന്നലെ നിലമ്പൂരിൽ നിന്ന് കേട്ടിരുന്നു. അപ്പം കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിൽ ഒരു ഊർജം കൊണ്ടിട്ട് നമുക്ക് അറിയില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. ഓരോ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുന്നുള്ളൂ. അപ്പം രാഷ്ട്രീയത്തിൽ നമ്മളിത് എങ്ങനെയാണ് അവിടുത്തെ കളികളെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ TV വാർത്തകളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളും പിന്നെ ഓരോ ആളുകൾ സത്യം എന്താണെന്നുള്ള അറിയുന്നില്ല. അപ്പം ഇതൊരു ഏത് രാഷ്ട്രീയത്തിൻ്റെ ഫേസാണെങ്കിലും നമുക്ക് നിരപരാധികൾ ഒരുപാട് ആൾ ക്രൂഷ്യലി തറക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരാൾ, ഈ അൻവറാക്കല്ല, ആരാണെങ്കിൽ തന്നെയും ഏത് രാഷ്ട്രീയമാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും നമ്മളിവിടെ ഓരോരുത്തരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ജനങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഞാനിപ്പോൾ ഉദ്യോഗസ്ഥനാണ്. അതുപോലെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം വന്നു. അപ്പോൾ PV അൻവർ പറയുന്ന വാക്കുകൾ വിശ്വാസം വന്നിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണ്ണമായിട്ട് അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. ഈ മറുചേരിയിലുള്ള ആളുകൾ ഈ ഗവൺമെൻറ്
നമ്മൾ ഇതുപോലെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരികയാണെങ്കിൽ നെല്ലും പതിരും വേർതിരിച്ചറിയണമല്ലോ. ഇപ്പം നമ്മൾ നിഷ്പക്ഷമായിട്ട് കേൾക്കുകയാണ്, ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ഇന്നലെ നിലമ്പൂരിൽ നിന്നുള്ള ഞാൻ 2.5 മണിക്കൂർ ലൈവായിട്ട് ആ പ്രോഗ്രാം കണ്ടതാണ്. അപ്പോൾ കോഴിക്കോട് ഞാൻ എൻ്റെ ജോലി എറണാകുളത്താണ്. അപ്പം ഞാൻ എറണാകുളം നാട്ടിലേക്ക് ഒന്ന് യൂണിവേഴ്സിറ്റിൻ്റെ സുഹൃത്തിനെയും കൂടി നമുക്കൊന്ന് പോവാം, കേൾക്കാം, കാര്യങ്ങൾ അറിയാം. നമ്മളൊക്കെ വോട്ടുകൾ ചെയ്യുന്നതല്ലേ. അപ്പം നമ്മൾ ഏതൊരു കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ പ്രശ്നം നിലമ്പൂരിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് കരുതുന്നുണ്ടോ അൻവർ? അല്ല, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. ഇക്ക പറയുന്നതിൻ്റെ കാര്യമുള്ള ഓരോ ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്നില്ല, അവരുടെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയല്ലേ. നമ്മൾ പടച്ചോനല്ലല്ലോ സത്യം ചൂഴ്ന്നു നോക്കാനേ. ഓരോ